വയസ്സായി. നമ്മുടെ മാർക്കറ്റിൽ പുതിയ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞത് ജെന്നയെ ആണ്. എല്ലാവരും വിചാരിക്കുന്നത് ഇത് രണ്ടും സെയിം ആണല്ലോ. സത്യം പറഞ്ഞാൽ അല്ല. ഇത് രണ്ടും ഡിഫറെൻറ്റ് വർക്കാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ AI എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് അനലിസ്റ്റും ജെന്നെ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റും ആണ്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് ടെക് വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ AI നെക്സ്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ടെക് വീഡിയോ ആണ്. അല്ലെങ്കിൽ ഒരു ഫുഡ് ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഒരു ബിരിയാണി സെർച്ച് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ആ ആപ്പിനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബിരിയാണിയുടെ ഓഫറാണ് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത്. ഇതുപോലെയാണ് ട്രഡീഷണൽ AI എന്ന് പറഞ്ഞത്. അത് ഒരുപാട് ഡേറ്റാസിനെ ഒബ്സർവ് ചെയ്യും, പാറ്റേൺസിനെ പഠിക്കും, ദെൻ പ്രെഡിക്റ്റ് ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് പാറ്റേൺസ്. ജെന്നെ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് ക്ലാസ് പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ ഒരു കടൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ഓരോ ഐഡിയ ഉണ്ടാകും. ചിലർ തിരമാല വരയ്ക്കും, ചിലർ ബീച്ച് വരയ്ക്കും. ഇതുപോലെയാണ് ജെന്നെ. ഇത് വെറും സജഷൻ തരുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്താണോ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് ഡിഡ്ന്റ് എക്സിസ്റ്റ് ബിഫോർ. സോ ഫണ്ടമെന്റൽ ഡിഫറൻസ് ഇതാണ്. AI നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ ജെന്നെ നമ്മളെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എവറിത്തിങ് ഈസ് ജസ്റ്റ് എ പ്രോംപ്റ്റ് അവേ. ജെന്നെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണോ അതിനെ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും.